ഹല്ലേലൂയ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, 8 നോമ്പിൻ്റെ 2ാമത്തെ ദിവസത്തേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് ആത്മീയ ജീവിതത്തിൽ വളരാനുള്ള ശ്രമമാണല്ലോ ഈ കാലഘട്ടത്തിൽ നമ്മൾ നടത്തുക. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 34-35 വചനങ്ങളാണ് ഇന്ന് പ്രാർത്ഥിക്കാനായി പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നത്. ശിമയോൻ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവൻ്റെ അമ്മയായ മറിയത്തോട് പറഞ്ഞു, ഇവൻ ഇസ്രായേലിൽ അനേകരുടെ വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും. ഇവൻ വിവാദ വിഷയമായ അടയാളമായിരിക്കും. അനേകരുടെ ഹൃദയവിചാരങ്ങൾ വെളിപ്പെടും. എൻ്റെ ഹൃദയത്തിൽ ഒരു വാൾ തുളച്ചു കയറുകയും ചെയ്യും. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയ്ക്ക് ലഭിച്ച അനുഗ്രഹത്തിൻ്റെ വചനങ്ങളാണെന്നാണ് സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുക. എങ്കിൽ ആഴത്തിൽ പരിശോധിക്കുമ്പോൾ നമ്മളൊരു വലിയ ബോധ്യം നമ്മളിൽ എത്തുന്നുണ്ട്. ഇതൊന്നും മാനുഷികമായി ചിന്തിക്കുമ്പോൾ ഒരു അനുഗ്രഹത്തിൻ്റെ മേഖലകളല്ല. വിവാദ വിഷയമായ മകൻ, ഹൃദയത്തിൽ വാള് തുളച്ചു കയറുന്ന അനുഭവങ്ങൾ, ഇതെല്ലാം എങ്ങനെയാണ് അനുഗ്രഹമാകുന്നത്? പരിശുദ്ധ അമ്മ അത് നമ്മളെ ബോധ്യപ്പെടുത്തി തരികയാണ്. തൻ്റെ ജീവിതത്തിലൂടെ ലഭിച്ച എല്ലാ അവസരങ്ങളെയും അമ്മ അനുഗ്രഹമാക്കി. പ്രിയമുള്ളവരെ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, സഹനങ്ങൾ അനുഗ്രഹങ്ങളാണെന്ന സുവിശേഷം നമ്മെ പഠിപ്പിക്കുക. ഈശോ നമ്മെ പഠിപ്പിക്കുക, അമ്മ നമ്മെ പഠിപ്പിക്കുക. അതുകൊണ്ടാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ 29-ാമത്തെ വചനത്തിൽ പൗലോസ്ലീഹായിലൂടെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നത്, ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല, അവനു വേണ്ടി സഹിക്കാൻ കൂടിയുള്ള അനുഗ്രഹം യേശു ക്രിസ്തുവിൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. സഹനങ്ങളെല്ലാം ദുരിതങ്ങളല്ല, സഹനങ്ങൾ വിശുദ്ധീകരണത്തിൻ്റെ സമയമാണ്. സഹനം ദൈവത്തിൻ്റെ പദ്ധതി എൻ്റെ ജീവിതത്തോട് ചേർത്ത് വെളിപ്പെടുന്ന സമയമാണ്. തിരിച്ചറിയാൻ കഴിയട്ടെ. പ്രഭാഷകൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 4-5 വചനങ്ങളിലെ ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത കൈവെടിയരുത്. സ്വർണം അഗ്നിയിൽ ശുദ്ധിയപ്പെടുന്നു. സഹനത്തിൻ്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും. പ്രിയമുള്ളവരെ, തിരിച്ചറിയാനുള്ള കൃപ ലഭിക്കട്ടെ നമുക്ക്. സഹനാനുഭവങ്ങൾ ശുദ്ധീകരണമാണെന്നുള്ള, അനുഗ്രഹമാണ് എന്നുള്ള വലിയ സ്വർഗത്തിൻ്റെ വെളിച്ചം നമ്മളിലേക്ക് ആവഹിക്കട്ടെ. അമ്മ തരുന്ന സന്ദേശം അതാ. നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി നിറവേറ്റപ്പെടാൻ സ്വർഗം തരുന്ന അവസരങ്ങളാണത്. ജെറമ്യ 29:11 സ്വർഗം വെളിപ്പെടുത്തുന്ന അനുഗ്രഹമുണ്ടല്ലോ. എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, നാശത്തിനല്ല ക്ഷേമത്തിനായുള്ള പദ്ധതി. അത് വെളിപ്പെടാൻ വേണ്ടി എൻ്റെ ജീവിതത്തോട് പരിശുദ്ധാത്മാവ് തരുന്ന എല്ലാ ശുദ്ധീകരണ അനുഭവങ്ങളെയും അനുഗ്രഹമാക്കി ഏറ്റെടുക്കാനുള്ള കൃപ അമ്മയിലൂടെ ഇന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ആമേൻ.